എല്ലാവർക്കും ഏറെ പരിചിതമായ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. യൂട്യൂബിലെ കണ്ടന്റ് ക്രിയേഷൻ സമീപകാലത്തായി വലിയൊരു വരുമാന മാർഗമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഒട്ടേറെ ആളുകൾ യൂട്യൂബിലെ സ്ഥിരം കണ്ടന്റ് ക്രിയേറ്റർമാരാണ്. പലവിധങ്ങളായ ഉള്ളടക്കങ്ങൾ നിർമ്മിച്ച് യൂട്യൂബിൽ പങ്കുവയ്ക്കുന്നു. അവരിൽ പലർക്കും മികച്ച വരുമാനവും യൂട്യൂബ് നൽകുന്നുണ്ട്. ഇപ്പോഴിതാ കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് മുന്നിൽ പുത്തൻ പോളിസി അവതരിപ്പിക്കുകയാണ് യൂട്യൂബ്. കണ്ടന്റ് ക്രിയേഷനിലും അതിലുള്ള പേയ്മെന്റ് മെത്തേഡുകളിലും മാറ്റം വരും. ഒരു ചാനലിന് ഒരു വർഷത്തിൽ ഏകദേശം 1000 സബ്സ്ക്രൈബർമാരും 4000 വാച്ച് അവറും ഉണ്ടായിരിക്കണം. ഷോർട്സുകൾക്ക് 90 ദിവസത്തിനുള്ളിൽ 10 മില്യൺ വ്യൂകൾ ഉണ്ടായിരിക്കണം. ഇത് പുതുതായി ആരംഭിക്കുന്നതും കണ്ടന്റ് ക്രിയേഷനിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നവരെയും ബാധിക്കുന്നതാണ്. ഇനി മാറ്റങ്ങൾ നോക്കാം. കാഴ്ചക്കാർക്ക് മനസ്സിലാവാത്ത തരത്തിലുള്ള യാതൊരു വ്യത്യാസവും ഇല്ലാത്ത കണ്ടന്റുകൾ ആവർത്തിച്ച് പോസ്റ്റ് ചെയ്താൽ യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടില്ല. ഒരേ ടെംപ്ലേറ്റിലുള്ള വീഡിയോകളും ഇതിൽപ്പെടും. അതിനാൽ പുത്തൻ ആശയങ്ങളും കണ്ടന്റുകളും ടെംപ്ലേറ്റുകളും ഉപയോഗിക്കണം. ഇതൊക്കെ ഫോളോ ചെയ്തില്ലെങ്കിൽ ചാനലിന്റെ മൊത്ത വരുമാനത്തെ അത് ബാധിക്കും. സെയിം കണ്ടന്റും ടെംപ്ലേറ്റും ആവുമ്പോൾ കാഴ്ചക്കാർക്ക് രസകരമല്ലാത്തതും അതിലൂടെ മടുപ്പുണ്ടാക്കുമെന്നുമാണ് കമ്പനിയുടെ നിരീക്ഷണങ്ങൾ. അതുപോലെ തന്നെ മറ്റു വെബ്സൈറ്റുകളിൽ നിന്ന് കോപ്പി ചെയ്യുന്ന വാർത്തകൾ വായിക്കുന്നതും യൂട്യൂബ് അനുവദിക്കില്ല. അതുപോലെ വിവരണമോ കമന്ററിയോ ഇല്ലാത്ത ഇമേജുകൾ മാത്രം ഉപയോഗിച്ചുള്ള സ്ലൈഡ് ഷോകളും സ്ക്രോളിംഗ് ടെക്സ്റ്റുകളും മാത്രമുള്ള വീഡിയോകളിൽ നിന്ന് ഇനി വരുമാനമുണ്ടാക്കാൻ സാധിക്കില്ല. യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്യപ്പെട്ടുള്ള ഉള്ളടക്കങ്ങൾ വീഡിയോയിൽ ഉപയോഗിക്കുന്നതിനും നിയന്ത്രണമുണ്ട്. അങ്ങനെ നേരത്തെ അപ്ലോഡ് ചെയ്ത് മറ്റുള്ളവരുടെ വീഡിയോകൾ സ്വന്തം വീഡിയോയിൽ ക്രിയേറ്റർമാർ ഉൾപ്പെടുത്തുന്നുവെങ്കിൽ വ്യക്തമായ മാറ്റങ്ങൾ വരുത്തിയായിരിക്കണം സ്വന്തം വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടത്. അതിൻ്റെ വിഷയം, നൽകിയിരിക്കുന്ന കമന്ററി എന്നിവ ക്രിയേറ്ററുടെ സ്വന്തമായിരിക്കണം. അത് തിരിച്ചറിയുന്നതിനായി വീഡിയോകളും ചാനൽ ഡിസ്ക്രിപ്ഷൻ, വീഡിയോ ടൈറ്റിൽ, വീഡിയോ ഡിസ്ക്രിപ്ഷൻ എന്നിവയിലെല്ലാം റിവ്യൂമാർ പരിശോധിക്കും. ഈ നിബന്ധനകൾ ലംഘിക്കപ്പെട്ടാൽ അത്തരത്തിലുള്ള വീഡിയോകളെ മാത്രമല്ല മൊത്തം ചാനലിന്റെ മോണിറ്റൈസേഷനെ അത് ബാധിക്കും. ഇനി അനുവാദമുള്ള ഉള്ളടക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാഴ്ചക്കാർക്ക് ആസ്വാദകരമായതും പ്രയോജനകരവുമായ ഉള്ളടക്കങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് പുതിയ പോളിസി അപ്ഡേറ്റിലൂടെ യൂട്യൂബ് ലക്ഷ്യമിടുന്നത്. ഒരുപോലുള്ള ഇൻട്രോ, ഔട്ട്രോ വീഡിയോകൾക്ക് കുഴപ്പമില്ല. എന്നാൽ വീഡിയോയുടെ ഭാഗങ്ങൾ വ്യത്യസ്തമുള്ളതായിരിക്കണം. ഒരേ ദൃശ്യങ്ങൾ ഉപയോഗിച്ചാലും വ്യത്യസ്തമായ വിഷയത്തിന് പ്രാധാന്യം നൽകുന്നവയായിരിക്കണം. ജൂലൈ 15 മുതലാണ് പുതിയ നയമാറ്റം പ്രാബല്യത്തിൽ വരിക. അതേസമയം നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കുമെന്ന് യൂട്യൂബ് ഇതുവരെ അറിയിച്ചിട്ടില്ല.